സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടി മുന്നണികൾ. കോൺഗ്രസിനും ബി.ജെ.പിക്കും കേരള വിരുദ്ധ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി.ജെ.പി ചരിത്രം സൃഷ്ടിക്കുമെന്ന് തിരുവനന്തപുരത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും പ്രതികരിച്ചു. അനിൽ ആന്റണി അഴിമതിക്കാരനാണ് ദല്ലാൽ ടി.ജി. നന്ദകുമാറിന്റെ ആരോപണം എ.കെ. ആന്റണി ലക്ഷ്യമിട്ടെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ ആരോപിച്ചു. വർക്കലയിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. സംസ്ഥാനത്ത് LDF തരംഗമെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി കോൺഗ്രസിനും ബി.ജെ.പിക്കും കേരള വിരുദ്ധ നിലപാടെന്ന് വിമർശിച്ചു. എന്താണ് ഇത്തരം കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിലും ഇത്തരം നടപടികളിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ഇത്തരം കേസുകളിലെല്ലാം കോൺഗ്രസിനെതിരെ വരുമ്പോൾ അതിനെ എതിർക്കും. കോൺഗ്രസ് ഇതര പാർട്ടികളാണെങ്കിൽ ഇവർ കേന്ദ്ര ഏജൻസികളുടെ കൂടെയാണ്. ഇതല്ലേ നമ്മുടെ രാജ്യത്തിന്റെ അനുഭവം. ബി.ജെ.പിക്കെതിരെ വിമർശനവുമായി ദീപികയിലെ മുഖപ്രസംഗവും ഇന്ന് ശ്രദ്ധേയമായി. പ്രതിപക്ഷ നേതാക്കളെ ജയിലിലിടുന്നതും പണം പിടിച്ചെടുക്കുന്നതും നിഷ്കളങ്കമല്ലെന്നാണ് വിമർശനം. അഴിമതിയെ മുൻനിർത്തി ജനാധിപത്യത്തിന് നേരെ നിറയൊഴിക്കുന്നുവെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. ബി.ജെ.പി സ്ഥാനാർത്ഥികളെ ആക്രമിക്കാനുള്ള LDF-UDF ശ്രമത്തിന്റെ ഭാഗമാണ് സത്യവാങ്മൂലം ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയെന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. അതിങ്ങനെ കോൺഗ്രസിനും അവരുടെ പണിയല്ലേ, അവർക്ക് ഈ ഒരു നെഗറ്റീവ് പോളിറ്റിക്സ് കളിക്കുന്ന ഗെയിം അവർ പരാതി കൊടുക്കട്ടെ, അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ. ഞങ്ങളുടെ രാഷ്ട്രീയം വികസനം, പുരോഗതി, തൊഴിൽ, ഇൻവെസ്റ്റ്മെന്റ്. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി പിതാവിനെ ഉപയോഗിച്ച് വിലപേശി പണം വാങ്ങിയിരുന്നെന്ന ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണവും ഇന്ന് ചർച്ചയായി. കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗം എ.കെ. ആന്റണിയെ ലക്ഷ്യം വെച്ചാണ് ആരോപണം ഉന്നയിക്കുന്നതെന്ന് ബി.ജെ.പി അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറഞ്ഞു. അനിൽ ആന്റണിക്കെതിരെ അല്ല ഈ ആരോപണം, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇത് എ.കെ. ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണമാണ്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതെല്ലാം കോൺഗ്രസിന്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവായിട്ടുള്ള ശ്രീ എ.കെ. ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കോൺഗ്രസിനകത്തുള്ള ഒരു വിഭാഗമാണ്. വോട്ടുറപ്പിക്കാനുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നതിനിടെ പ്രധാനമന്ത്രി ഈ മാസം 15-ന് തിരുവനന്തപുരത്തും എത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.